ജിസലിനെ വയസ്സ് കണ്ടുപിടിക്കാൻ വീട്ടുകാർ. മസ്താനി പോകുന്നത് തറ വേലയായിട്ടാണോ? പറയാം. ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് അഭിലാഷ്. അഭിലാഷിനെ വീട്ടുകാർ പഠിപ്പിക്കുമോ അതോ അഭിലാഷ് വീട്ടുകാരെ പാഠം പഠിപ്പിക്കുമോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 37 രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയതാണ് നമുക്ക് ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാം. എന്നിട്ട് ഇന്ന് നടന്ന സംഭവവികാസങ്ങളൊക്കെ പരിശോധിക്കാവുന്നതാണ്. ക്യാപ്റ്റൻസി ടാസ്ക് വരികയാണ് ചെയ്യുന്നത്. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് നമ്മൾ ഈ ഫോണിലൊക്കെ ഗെയിം കളിക്കില്ലേ, ഇത് ഈ ഓരോ കളറും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ കുപ്പിയൊക്കെ ആക്കി ചേർക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ഗെയിം കളിക്കില്ലേ. ഇവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുപ്പിയിലല്ല, അവർക്ക് കൊടുത്തിരിക്കുന്നത് ബോൾ അറേഞ്ച് ചെയ്യാനുള്ള ടാസ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. അതായത് കുറേ കളറുള്ള ബോളുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ബോള്, യെല്ലോ, ബ്ലൂ, റെഡ്, ഇങ്ങനെ കുറേ കളറുള്ള ബോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓർഡറായി അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നല്ല രസകരമായിട്ട് കളിക്കാൻ പറ്റിയ ടാസ്ക് തന്നെയാണ്, സിമ്പിൾ ടാസ്ക് തന്നെയായിരുന്നു. ഇത് മുകളിൽ നിന്ന് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നു, ബോളുകൾ എടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. എല്ലാ കളത്തിലും ഒരേ കളറുള്ള ബോൾ വരണമെന്നും പറയുന്നു. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ നടുക്കലത്തെ ഗോളം മാത്രം ഫ്രീ ആയിട്ട് ഇടുക, നടുക്കിലുണ്ടാവില്ല ഒരു ഗോളം, അത് മാത്രം ഫ്രീ ആയിട്ട് ഇടുക എന്ന് പറയുന്നു. ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ്. ആദ്യത്തെ 2 റൗണ്ട് തന്നെ എല്ലാവരും ഫൗളായിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇടയ്ക്ക് നിന്ന് പെറുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ അത് ഫൗളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും ഒരു ടാസ്ക് കൂടി നടത്തുകയാണ്. അതായത് ലാസ്റ്റ് ഫൈനൽ ടാസ്ക്കാണ്. അപ്പോൾ അതിലാണ് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ലെവൽ കറക്റ്റായിട്ട് വെക്കുന്നത്, കറക്റ്റ് ലെവലിൽ വരുന്ന നമ്മുടെ അഭിലാഷിൻ്റെ മാത്രമാണ്. അപ്പോൾ അഭിലാഷാണ് 6th വീക്കിലേക്ക് ക്യാപ്റ്റനായിട്ട് മാറുന്നത്. അപ്പോൾ അഭിലാഷ് 6th വീക്കിലേക്ക് ക്യാപ്റ്റനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. ടീം ഡിവൈഡ് ചെയ്യാൻ ക്യാപ്റ്റനോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ ടീം ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം കിച്ചൺ ടീമിനെയാണ് തീരുമാനിക്കുന്നത്. ആര്യൻ, അക്ബർ, ജിഷിൻ, ബിന്നി, പ്രവീൺ. ഇതിൽ പ്രവീണാണ് ക്യാപ്റ്റൻ. പ്രവീൺ പുതിയ ആളായതുകൊണ്ട് തന്നെ നമ്മുടെ അക്ബറിനോട് നോക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട് അബി. അതിനുശേഷം വെസൽ ടീമിനെ തീരുമാനിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെസൽ ടീമിനെ തീരുമാനിക്കുകയാണ്. വെസൽ ടീമായിട്ട് വരുന്നത് നമ്മുടെ ലക്ഷ്മി, അനീഷ്, ആദില, അനു, ഇവരാണ് വെസൽ ടീമായിട്ട് വരുന്നത്. അതിൽ അനീഷാണ് ക്യാപ്റ്റൻ. അനീഷാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അനീഷ് നല്ല ക്യാപ്റ്റനാണ്. കാരണം അതുകൊണ്ടാണ് അഭിലാഷ് അനീഷിനെ ക്യാപ്റ്റനാക്കിയിട്ട് മാറ്റാൻ കാരണം അനീഷ് അവിടെ നിന്നാൽ മാത്രമേ വെസൽ ടീമിൽ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് അബിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിൻ്റെ പേരിൽ അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ആർക്കും ഇവിടെ ക്യാപ്റ്റൻ ആവണ്ടേ, അനീഷിന് മാത്രം ആയാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാനല്ല ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും, അനീഷ് മതി ഇരിക്കവിടെ എന്ന് പറയുന്നു. ഇന്നാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, അബിയെ പോലെ ആയിരിക്കണം. അപ്പോൾ അനീഷാണ് ക്യാപ്റ്റൻ വെസൽ ടീമിൻ്റെ. പിന്നെ ഫ്ലോർ ടീമിനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലോർ ടീമിലേക്ക് വരുന്നത് നമ്മുടെ റന, മസ്താനി, സാബുമാൻ, ഷാനവാസ്, നൂറ, ഇങ്ങനെയാണ് ഫ്ലോർ ടീം വരുന്നത്. അപ്പോൾ റനയ്ക്ക് ടോയ്ലറ്റ് ടീമിലേക്ക്, അതായത് ബാത്റൂം ടീമിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ മറ്റേ അബി തീരുമാനിച്ചത് റനനെ ഫ്ലോർ ടീമിലേക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ അടി നടക്കുന്നുണ്ട്. പിന്നെ സാബുമാനാണ് അവിടുത്തെ ക്യാപ്റ്റൻ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എന്താ ക്യാപ്റ്റൻസി പഠിപ്പിക്കാൻ വേണ്ടിയാണോ സാബുവിനെ ക്യാപ്റ്റനാക്കിയത്? അപ്പോൾ ജിഷിനും അതിനെ എതിർക്കുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, ക്യാപ്റ്റനെ മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവി പറയുന്നുണ്ട്, നീ അല്ലല്ലോ ക്യാപ്റ്റൻ, ഞാനല്ല ക്യാപ്റ്റൻ, അവിടെ ഇരിക്കുക, സാബുമാൻ മതി, അവിടെ ഇരിക്കുക എന്ന് പറയുന്നു. പോയി അവിടെ ഇരിക്കുക, 2 പേരും അവിടെ പോയി ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടോയ്ലറ്റ് ടീമിനെ തീരുമാനിക്കുകയാണ്. അതായത് ബാത്റൂം ടീമിനെ തീരുമാനിക്കുന്നു. നെവിൻ, ഒനിൽ, ജിസേൽ, അബി, അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അതിൽ ജിസേലാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ കൂടി അതിനകത്തുണ്ട്, നമ്മുടെ അബി അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയുന്നു. ഇങ്ങനെയാണ് ടീം ഡിവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം അബി പറയുന്നു, ഫ്ലോർ ടീം വരൂ എഴുന്നേൽക്കുക എന്ന് പറയുന്നു. കപ്പ് നിങ്ങൾ വേണം കൊണ്ടുവയ്ക്കാൻ. എവിടെയെങ്കിലും കപ്പ് കണ്ടു കഴിഞ്ഞാൽ
കൊണ്ടുവയ്ക്കണം, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ അനീഷ് വെസൽ ടീമിനെ എല്ലാവരും വിളിച്ചിരുത്തി നമ്മുടെ ഒരു മീറ്റിംഗ്, ചെറിയൊരു മീറ്റിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. അനീഷ് പറയുന്നു, നമ്മൾ വെസൽ ടീമാണ്, നമുക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും ഉറപ്പ് തരണം. അതായത് അവരവർ കഴിച്ച പാത്രവും കുടിച്ച കപ്പുമൊക്കെ നമ്മൾ കഴുകി വയ്ക്കണം എന്ന് പറയുന്നു. നമ്മൾ ബാക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് കഴുകി വയ്ക്കും എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും ഉറപ്പ് തരണമെന്നാണ് പറയുന്നത്. അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇതാണ് ക്യാപ്റ്റൻ, അതായത് അനീഷ് എല്ലാവരും, ആ ടീമിലുള്ള എല്ലാവരെയും, അനീഷ് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ആ ടീമിലുള്ള എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകാനാണ് അനീഷ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ അവിടെ ക്യാപ്റ്റനായിട്ട് വയ്ക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അനീഷിനറിയാം ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൻ്റെ ടീമിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒപ്പം നയിക്കേണ്ടതെന്ന് അനീഷ് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പോഴും ബിഗ് ബോസ് വീടിനകത്ത് തുടരുന്നത്. ഒറ്റക്കൊമ്പനായിട്ട് തുടരുന്ന കാരണം ഇത് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം പിരിച്ചുവിടുന്നു. അതിനുശേഷം വരുന്നത് നമ്മുടെ ഓക്കെ ശരിയാണല്ലോ എന്ന് ചോദിക്കുന്നു. എല്ലാവരും അത് കഴിയുന്നു. അങ്ങനെ അനീഷിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങളൊക്കെ കഴിയുന്നു. അങ്ങനെ അവർ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജോലി ചെയ്യാത്തവർക്ക് നമ്മൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ റന പറയുകയാണ് ഫുഡ് കൊടുക്കണ്ട. അപ്പോൾ അക്ബറും കൂടെ പിടിക്കുന്നതിന് ഫുഡ് കൊടുക്കണ്ട എന്നുള്ള ശിക്ഷ കൊടുക്കാം എന്ന് പറയുന്നു. ഇതെന്താണ് അക്ബർ എന്ത് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്? കാരണം ഒരാൾക്ക് ഫുഡ് കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫുഡ് വെച്ചിട്ടുള്ള ഒരു കളിയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നീട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരാളെ ജയിലിലേക്ക് ഇടാമെന്ന് പറയുമ്പോൾ അക്ബർ അവിടെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ, അതായത് ജയിലിലേക്ക് വരാനുള്ള ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടില്ലേ എന്നുള്ള ഒരു നിയമം അക്ബർ അവിടെ വയ്ക്കുന്നുണ്ട്. അക്ബർ ഇപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായി ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴും അവിടെയും ഇവിടെയും പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട്. അതായത് അപ്പാനിപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ചെറിയൊരു ഡൗൺ ആയതാണ്. മൂപ്പനിനി ഉണർന്നു വരും കുറച്ചുകൂടി കഴിയുമ്പോൾ, കാണാം നമുക്കത്. ഇതാണ് കിച്ചൺ ടീമിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത കുക്കിംഗ് ടീമിനകത്ത് പ്ലാനാണ്. അതായത് അതിനകത്ത് കയറാൻ പാടില്ല, നമ്മളോട് ചോദിക്കാതെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യവും മാറ്റിവെക്കും എന്ന് പറയുന്നു. അടുത്ത ഫ്ലോർ ടീമിൻ്റെയും അതുപോലെ തന്നെ ബാത്റൂം ടീമിൻ്റെയും നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നത്. അതിനുശേഷമാണ് ഇന്നത്തെ ദിവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ 6 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരികയാണ് ചെയ്യുന്നത്. മോർണിംഗ് സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏയ് താലോലം പെണ്ണാളെ, ഏയ് താലോലം പെണ്ണാളെ, എൻ മുല്ലപ്പൂവേ എൻ ആരാരും മിന്നിപ്പോരില്ലേ പറഞ്ഞൊരു പാട്ടാണ് വരുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു പാട്ട് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ 6 മണിക്ക്, ഒട്ടുമിക്ക ആളുകളും തന്നെ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കിച്ചൺ ടീം അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അതുപോലെ തന്നെ വെസൽ ടീം അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഓരോരുത്തർ അവരവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഒരു 8 മണി വരെ. അതിനുശേഷം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ പ്രാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മസ്താനി ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ ഇവിടെ പറഞ്ഞതുപോലെ 96 അല്ല ജനിച്ചത്. എന്തോ ജിസേലിൻ്റെ മുഖത്തുള്ള പ്രായമല്ല കൈക്കും കാലിനുമൊക്കെ ആകെ ഒരു മാറ്റമുണ്ട് എന്ന് പറയുന്നു. ഒരു 35 മുകളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും ജിസേലിനെന്ന് പറയുന്നു. ഇവൾ എന്തിനാണ് കള്ളത്തരം ഉണ്ടാക്കി പറയുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മസ്താൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ നിൽക്കുന്നത്? അവരവരുടെ പേഴ്സണൽ കാര്യത്തിൽ എന്തിനും ഇടപെടുന്നു? അതായത് അവർക്ക് എത്രയോ വയസ്സായിക്കോട്ടെ, അതെന്തിനു നമ്മൾ ചിന്തിക്കണം? അത് അവരുടെ ഉത്തരവാദിത്വമല്ല. അവരുടെ വയസ്സ്, അവരുടെ പേഴ്സണൽ ലൈഫ്. അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് നമ്മൾ കുളം തോന്നിയത് എന്താണ് കാര്യം? എന്താണ് മസ്താനിക്ക് ഇവിടെ നിന്നാണ് കിട്ടാനുള്ളത്? ഇതെന്തായാലും ചിലപ്പോൾ ഈ ആഴ്ചയിൽ ആലട്ടം വരുമ്പോൾ ചർച്ച ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ കണ്ടറിയാം. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്കസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ശൈത്യയുടെ കട്ടപ്പ കേസ് ഇപ്പോഴും പോയിട്ടില്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്യൻ, ആദില, നൂറ, റെന ഇവരൊക്കെ കൂടി നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അനുവിൻ്റെ ക്രഷിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതായത് അനു പ്രവീണും തമ്മിലുള്ള ക്രഷിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അനുവിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് ആദില പറയുന്നു. ശൈത്യ കട്ടപ്പയായി എന്ന് പറഞ്ഞു, കൂടെ നിന്ന്, അതായത് കട്ടപ്പയായി കൂടെ നിന്നു എന്നും പറഞ്ഞു. അതായത് കൂടെ നിന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണോ കൂടെ നിന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മസ്താനി നവീനോടാണ് പറയുന്നത്, എന്തേലും കുത്താനുള്ള ടാസ്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുത്തി കൊടുക്കാമായിരുന്നു.
എന്ന് പറയുന്നു. ഈ പറയുന്ന പഴഞ്ചൊല്ല് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് പറയുന്ന പഴഞ്ചൊല്ലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വീട്ടുകാർക്ക് ഇട്ടൊരു കുത്ത് വെച്ച് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നു. ലക്ഷ്മി അല്ല, സത്യം പറയുന്ന മസ്താനി ഇതിനാണോ വന്നിരിക്കുന്നത്? ഇങ്ങനത്തെ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കിട്ടി വീട്ടുകാരെ കുത്തി ഇരിക്കാനാണോ വന്നിരിക്കുന്നത്? എനിക്കറിയാതെ ചോദിക്കാം, മസ്താനി എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? മസ്താനി വന്നിരിക്കുന്നത് മസ്താനിയുടെ ഗെയിം കളിക്കാനാണ്, അല്ലാതെ ഇവിടെ മറ്റുള്ള ടാസ്ക് കിട്ടണം, അതങ്ങനെ വീട്ടുകാരെ ദ്രോഹിക്കാനുള്ള ടാസ്ക് കിട്ടണം, അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. കിട്ടുന്ന ടാസ്ക് കളിച്ച് മുന്നോട്ട് പോവുക, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് അവർ, അതായത് നെവിനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ, അതായത് 1 മണി വരെയുള്ള ലൈവിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത്. 12:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്നത്. പിന്നെ അഖിൽമാരാർ വന്നിരുന്നു, നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് വന്നത്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ അഖിൽമാരാർ വന്നിട്ടുണ്ട്. 7ൻ്റെ പണിയായിട്ടാണ് അഖിൽമാരാർ വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.